ADGP അജിത് കുമാറിനെതിരെ ഇപ്പം നടപടി വരുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അജിത് കുമാർ ശശിക്കെതിരെ നടപടിയില്ല. ശശിക്ക് ക്ലീൻ ചീട്ട് കൊടുത്തു കഴിഞ്ഞു ഗോവിന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ADGP ആണ് ഇതിൽ പെട്ടുപോയത്. എന്ത് തോന്നുന്നു? ADGP എന്ത് കുറ്റം ചെയ്തു? RSSുമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഇത്ര വലിയ കുറ്റമാണോ? അത് മുഖ്യമന്ത്രി അറിയാതെ ആയിരിക്കുമോ ADGP മീറ്റ് ചെയ്തിട്ടുള്ളത്? എന്താണ് തോന്നുന്നത്? CM അറിയാതെ ഒന്നും നടക്കുമെന്ന് എനിക്ക് നടക്കില്ല. CM ഒന്നും അറിയാതെ അദ്ദേഹം പോയി കഴിഞ്ഞാലും ഇന്റലിജൻസ് വഴി CM അറിയത്. CMന് എല്ലാ ദിവസവും ഈ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പോകും വൈകുന്നേരം, എല്ലാ ദിവസവും. അത് സ്ഥിരം പ്രോസസ്സാണ്. DGPക്കും പോവും, അതുപോലെ തന്നെ CMന് പോവും. ആഭ്യന്തരമന്ത്രി ആരാണോ അവർക്ക് പോവും. CM ആണല്ലോ ആഭ്യന്തരമന്ത്രി, CMന് പോവും. CM ഇത് അറിയുമെന്ന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള MRന് നന്നായിട്ട് അറിയാം. CM അറിയാതെ അദ്ദേഹം പോകത്തില്ല. കാര്യമായ എന്തോ വിഷയത്തിൽ ചർച്ച നടത്താനാണ് ദത്താത്രേയുമായിട്ട് അവിടെ പോയി കണ്ടത്. അത് മാത്രമല്ല, ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചിട്ട് സ്വകാര്യ വാഹനത്തിലാണ് അവിടെ പോയത്. ഇപ്പോൾ DGPയുടെ റിപ്പോർട്ട് ഇദ്ദേഹത്തിന് എതിരാണ്. ഇദ്ദേഹത്തിന് എതിരായിട്ടുള്ള റിപ്പോർട്ടാണ് DGP ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. പോയി കണ്ടു, ഔദ്യോഗിക സന്ദർശനമാണെങ്കിൽ എന്തുകൊണ്ട് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് ഔദ്യോഗികമായ രീതിയിൽ ചെയ്തില്ല? എന്തിന് ഒളിച്ചു പോയി കണ്ടു? ഇതാണ് DGPയുടെ അദ്ദേഹത്തോടുള്ള ചോദ്യം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ADGP പറഞ്ഞു, ഞാൻ രാഹുൽ ഗാന്ധിയുമായും പേഴ്സണലി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അപ്പോൾ DGPയുടെ അടുത്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി അന്ന് MP ആയിരുന്നു, വയനാട്ടിലെ MP ആയിരുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ ലോ ആൻഡ് ഓർഡർ നിൽക്കുന്ന ADGPക്ക് കുടിക്കാഴ്ച നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് DGPയുടെ വിശദീകരണം. ഇത് പോലീസിലെ കുടിപ്പകയുണ്ട്. ഈ ADGPയും DGPയും തമ്മിൽ എന്നും പ്രശ്നമാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ കുറെ കാലമായി നിലനിൽക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിനെതിരെ വിശദീകരണം ചോദിക്കുകയും അത് രേഖാമൂലം താക്കീത് കൊടുക്കുകയും ആ താക്കീത് രേഖാമൂലമാക്കുകയും ചെയ്തു. ഒഫീഷ്യലി ആക്കിയ ആളാണ് DGP. ദർബേർ സാഹിബ് ഇത് ഒഫീഷ്യലി ആക്കി കളഞ്ഞു. കാര്യം ഇദ്ദേഹത്തിന്റെ സർവീസിനെ ഇനി അത് ബാധിക്കും. ആരുടെ? ADGPയുടെ. അദ്ദേഹം പറയുന്നത് കേൾക്കില്ലായിരുന്നു. ആ കുടിപ്പക ഇപ്പോൾ ഇവിടെ വന്നു. മാത്രമല്ല, ഇനിയിപ്പോൾ DGP ആകാനുള്ള വലിയൊരു അടി ഇവിടെ നടക്കുന്നുണ്ട് ഈ IPSകാർക്കിടയിൽ. അടുത്ത DGP ആരാകണം, ആരൊക്കെ മുകളിലോട്ട് പോകുന്നവരൊക്കെ വലിച്ച് താഴെയിടുന്ന പരിപാടി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലും. പോലീസ് ആസ്ഥാനത്ത് തന്നെ ഇവർ തമ്മിൽ സംസാരിക്കില്ലെന്നേ. ADGPയും DGPയും ഔദ്യോഗികമായിട്ടല്ലാതെ വ്യക്തിപരമായി ഇവർ തമ്മിൽ ഫോണിൽ പോലും സംസാരിക്കാത്ത അവസ്ഥയെത്തി. അത്രയും വലിയ പ്രശ്നം കുറെ അതൊക്കെ സംസാരിക്കുമല്ലോ. IPS അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ മീറ്റിംഗ് അസോസിയേഷനും ഇവരുടെ അസോസിയേഷൻ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തിപരമായി വ്യക്തിബന്ധം സൂക്ഷിക്കാറുണ്ടല്ലോ. ഇവിടെ നേരത്തെ ഇരുന്ന ADGPമാരും DGPയുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു. നമ്മൾ ഈ ബെഹ്റ എത്ര കുറ്റം പറഞ്ഞാലും ബെഹ്റ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഉദ്യോഗസ്ഥരുടെ മുഴുവൻ ഒരു സർക്കിളിൽ യോജിപ്പിച്ച് നിർത്തുന്നതിന് ലോക്നാഥ് ബെഹ്റയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെയും ഈ പറയുന്ന പോലെ അങ്ങോട്ട് ഏറ്റുമുട്ടാൻ പോകത്തില്ലെന്നുള്ളായിരുന്നു ബാക്കിയുള്ളവരും. ആരുമായിട്ടും ഏറ്റുമുട്ടലിന്. പക്ഷെ ഇദ്ദേഹം അങ്ങനല്ല. ഇദ്ദേഹം ഒരു ഫൈറ്റിന് തയ്യാറായി നിൽക്കുന്ന ആളാണ് ദർബേർ സാഹിബ്. MR വിട്ടുകൊടുക്കാത്ത ആളാണ് അജിത് കുമാർ. MRന് ഈ പ്രശ്നം വരുന്നത് വരെ MR ആയിരുന്നു ഇവിടുത്തെ DGP, ശരിക്കുള്ള DGP. അദ്ദേഹമായിരുന്നു ഇവിടുത്തെ DGP. ലോ ആൻഡ് ഓർഡർ ADGP എന്ന് പറഞ്ഞാൽ DGPയുടെ കേരള പോലീസിലെ രണ്ടാമനാണ്, ലോ ആൻഡ് ഓർഡറിൽ നിൽക്കുന്ന ആൾ. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ 2 ADGPമാർ, വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത, ദർബേർ സാഹിബ്, ഇത്രയും പേര് ചേർന്നുള്ള ഈ ഒരു അന്വേഷണം നടത്തിയത്. വിവിധ വിഷയങ്ങളിലാണ് അന്വേഷണം നടന്നത്. ഒന്ന് ഇദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനം, അനധികൃത സ്വത്ത് സമ്പാദനം. അതാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. വിജിലൻസിലെ മേധാവി യോഗേഷ് ഗുപ്ത അന്വേഷിക്കുന്ന വിഷയം. പിന്നീട് ഇദ്ദേഹത്തിന്റെ സ്വർണം പൊട്ടിക്കൽ, അത് ക്രൈംബ്രാഞ്ചിന്റെ മേധാവിയാണ് അന്വേഷിക്കുന്നത്. അതുപോലെ ബാക്കി ഉള്ള വിഷയങ്ങൾ, ഈ RSSുമായിട്ടുള്ള കൂടിക്കാഴ്ച, അത് മനോജ് എബ്രഹാം കൂടി ഉൾപ്പെട്ട ADGP മനോജ് എബ്രഹാം കൂടി ഉൾപ്പെട്ട ഒരു ഇതാണ് ഇത് അന്വേഷിക്കുന്നത്. ഈ സ്വർണം പൊട്ടിക്കലും RSSുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ആയിട്ട് ബന്ധപ്പെട്ട് 2 പേരെ കണ്ടെന്നാണ്. തില്ലങ്കേരിയെയും കണ്ടു, ദത്താത്രേയെയും കണ്ടു എന്നാണ്. തില്ലങ്കേരിയെ കണ്ടിട്ടുണ്ട്, ദത്താത്രേയം കണ്ടിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വയനാട്ടിൽ വെച്ചാണ് തില്ലങ്കേരിയെ കണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ADGP അതിന് പറഞ്ഞിരിക്കുന്നത് ജോർജ് കുര്യൻ അവിടെ ആ ഹോട്ടൽ മുറിയിൽ ഉണ്ടെന്നിരിക്കെ ആ ഹോട്ടൽ മുറിയിൽ സന്ദർശനം നടത്തിയ സമയത്ത് തില്ലങ്കേരിയെ കണ്ടപ്പോൾ സംസാരിച്ചതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷേ ആ ദിവസം ജോർജ് കുര്യൻ അവിടെ ഇല്ലായിരുന്നു എന്നാണ്. അതാണ് DGP കണ്ടെത്തിയിരിക്കുന്നത്. അത് ഇദ്ദേഹത്തിനെ എന്തായാലും പുകച്ച് പുറത്തേടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണ് ബാക്കിയുള്ള സംഘം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മുഖ്യമന്ത്രിയുടെ ഒറ്റ കൈയല്ലേ ADGP, മുഖ്യമന്ത്രിക്ക് ഇതിലൊന്നും പറയാനില്ലേ? അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി ഇത്രയും താങ്ങി നിർത്തിയത്.
ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല. അപ്പൊ മുഖ്യമന്ത്രിയുടെ പി ശശിയും ADGP അജിത് കുമാറിനെതിരെയും തുല്യമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാളെ ഉപേക്ഷിക്കുകയും ഒരാളെ പിടിച്ചകത്ത് കയറ്റുകയും ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. പിടിച്ചകത്തിട്ടില്ലല്ലോ. ഇതിപ്പം CPI നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല സർക്കാർ പിന്നെ LDFന്റെ കമ്മിറ്റിയിലെല്ലാം തന്നെ ഇയാളെ മാറ്റണമെന്നുള്ളത് വന്നു. എന്റെ ക്ഷാമ ഈ CPI ഒക്കെ എന്തോരം കാര്യങ്ങളിൽ നിലപാട് കടുപ്പിക്കുന്നതാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIക്ക് ഒരു പട്ടിയുടെ വിലയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ അങ്ങനല്ലെന്നേ. പിണറായി അശക്തനാണ്. ശക്തി ചോർന്നു പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പഴയ പവറില്ല. പഴയ പിണറായി അല്ല. നമ്മളിപ്പോൾ പല ചർച്ചകളിലും ആവർത്തിച്ച് പറയുന്ന ഒരു സാധനമാണ്. പഴയ പിണറായി അല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ബാധിച്ചിട്ടുണ്ട്. പഴയ മനോബലമില്ല. പണ്ടതുപോലെ വെട്ടൊന്ന് മുറി രണ്ട് ആ സാഹചര്യം നോക്കി CPI ഗോളടിയാണ്. ബിനോയ് വിശ്വമൊക്കെ തല വെക്കണമെങ്കിലേ ബിനോയ് വിശ്വമൊക്കെ പോന്ന് പറഞ്ഞാൽ എപ്പോ പോയി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴേ പോയി കഴിഞ്ഞു. അതെ 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 അങ്ങനെയുള്ളവരൊക്കെ ഇപ്പൊ പറയുന്നത് ഇപ്പൊ എല്ലാം സകലരും വാളെടുത്തവരെല്ലാം ഇപ്പൊ വെളിച്ചപ്പാടായി നടക്കുകയാണ്. എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത്. ഇപ്പം G സുധാകരൻ പിന്നെ പിണറായിയുടെ കാലത്തിന് ശേഷം ആരായിരിക്കും പറയാൻ പറ്റില്ല. റിയാസിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. റിയാസിലേക്ക് ഒരിക്കലും പോകില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പാർട്ടി പിളരും. അല്ല, റിയാസിലേക്ക് പോകാനുള്ള സാധ്യത പിണറായി അതിലേക്ക് കൊണ്ട് വെച്ചു കൊടുക്കുമോ എന്നുള്ള ഒരു സാധനമാണ്. ഈ രണ്ടാം കിട നേതാക്കന്മാർ, രണ്ടാം നിരയിലെ റിയാസിനെതിരെ എന്തോരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതിഭീകരമായിട്ടുള്ള എതിർപ്പുകളും പ്രതിഷേധങ്ങളും പാർട്ടിക്കുള്ളിലുണ്ടെന്ന് പാർട്ടിക്കുള്ളിലുണ്ടെങ്കിൽ ഇത് പിടിച്ചുകൊണ്ടൊന്ന് കെട്ടിവെച്ച് കൊടുക്കാൻ പറ്റുമെന്നേ. P ജയരാജനൊക്കെ പിണറായി വിജയനെ ഉള്ള ഈ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ BJPയുമായിട്ട് പോകാനുള്ള ഒരു മനസ്സ് കാണിക്കണമെങ്കിൽ അപ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ ഈ പിണറായി വിജയന്റെ ഒരു സ്വജനപക്ഷപാതം അതിഭീകരമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ റിയാസിലേക്ക് കൊണ്ട് വെച്ചു കൊടുക്കുന്നുള്ളത് റിയാസ് കയറിയപ്പോൾ തന്നെ ഇവിടെ ഷംസീർ എന്താ പറയുക, ഷംസീർ കലാപം ഉണ്ടാക്കിയില്ല. അതുകൊണ്ടല്ലേ ഷംസീറിന് സ്പീക്കർ പദവി എടുത്തു കൊടുത്ത് ഷംസീറിനെ ഒതുക്കിയത്. ഇനി ഒരുപാട് ആൾക്കാരുണ്ട്. റഹീമിനെ പോലുള്ള ആൾക്കാരുണ്ട്. MP ആയിട്ട് ഒരു പദവി കൊടുത്ത് കയറ്റി വിട്ടു. ഇനി ഒരു 6 കൊല്ലത്തേക്ക് 5 കൊല്ലം 6 കൊല്ലത്തേക്ക് ഒരു ശല്യവും മുഖ്യമന്ത്രിയാക്കാൻ അല്ല. റഹീമിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റഹീം ഇത്രയും കാലം DYFIയിൽ നിന്നിട്ട് റഹീം തന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ്. ഇത്രയും കാലം DYFIയിൽ നിന്നിട്ട് റഹീമിന് മത്സരിച്ചാൽ ജയിക്കുന്ന ഒരു സീറ്റ് കൊടുത്തില്ല. ഇത് റഹീമിന് വലിയ വിഷയമായിരുന്നു. റഹീം ചോദിച്ചത് കല്യാശ്ശേരിയാണ്. കല്യാശ്ശേരിയിൽ നമ്മുടെ വിജിൻ കയറുന്നു. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുന്ന. അപ്പൊ റഹീമിന് അത് കിട്ടിയില്ല. എന്താ വിജിനായിരുന്നല്ലേ? വിജിൻ. ശരി, റഹീം ചോദിച്ചത് കല്യാശ്ശേരിയായിരുന്നു. അപ്പൊ കല്യാശ്ശേരിയിൽ വിജിൻ കയറി നിന്ന് വിജയിച്ചു. അപ്പൊ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും കല്യാശ്ശേരിയിൽ വിജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. CPMന്റെ കോട്ടയാണ്. അപ്പൊ റഹീമിന് അത് കിട്ടിയില്ല. അതുകൊണ്ട് ജയിക്കുന്ന മണ്ഡലം കിട്ടിയാൽ മാത്രമേ ഇനി നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കലാപം അഴിച്ചു വിട്ട ആളാണ് പാർട്ടിക്കകത്ത്. പലർക്കും ഇത് അറിയില്ല. പാർട്ടിക്കകത്ത് നിന്നു. പക്ഷേ റഹീമിനെ ആ സമയം തന്നെ MP ആയിട്ട് അടിച്ചു കയറ്റിയാകത്തൂടെ. ഇനി കലാപം ഉണ്ടാക്കാൻ പോകുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയാമോ? ജയിക്ക് ഇവിടെ ഉമ്മൻചാണ്ടി മരിച്ചു പോകാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. കാരണം 2000 ഭൂരിപക്ഷം വരെ കൊണ്ടെത്തിച്ചു ഉമ്മൻചാണ്ടിയുടെ. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ് പിണറായി വിജയന്റെ ഈ ദുർഭരണം കാരണം സഹതാപ തരംഗം അടിച്ച് അവിടെ ചാണ്ടി ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് ഭൂരിപക്ഷത്തിൽ അടുപ്പിച്ച് ജയിച്ചു. ഇനി അത് കുറച്ച് വരെ എത്ര കാലം എടുക്കും? ഇവിടെ ജെയ്സി തോമസിന് സീറ്റില്ല. അങ്ങനെയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട് ആൾക്കാർ. സജീഷ്, പിന്നെ അതിനകത്ത് സ്വരാജ് തൃപ്പൂണിത്തറ തോറ്റല്ലോ. അത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഞാൻ പറയട്ടെ, ടു ബി ഫ്രാങ്ക്, എനിക്ക് തോന്നുന്നത് സ്വരാജൊക്കെ കഴിവുള്ള വ്യക്തിയാണ്. സ്വരാജിന് പാർട്ടിയെ നയിക്കാനുള്ള കഴിവുണ്ട്. അതെ, നാട് മുടിയുമെങ്കിലും പുള്ളി പാർട്ടിയെ നയിക്കും. നല്ല ഭംഗിയായിട്ട് നയിക്കും. പുള്ളി ജയിച്ച് കയറുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഷംസീറിനെ പോലെയുള്ള സീനിയർ ആൾക്കാരും ഒക്കെ നിൽക്കുമ്പോൾ അവരുടെ എല്ലാം തലയുടെ മുകളിൽ കൂടെ ഒരാളെ എടുത്തു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാവും. അതിഭീകരമായി റിയാസ് അത് പിടിച്ചെടുക്കാൻ നോക്കുവന്നേ. അതെ, റിയാസ് മാക്സിമം നടക്കില്ല. ശ്രമിക്കും. അതിനുള്ള അവസരം അൻവറിനെ പോലെ റിയാസ് ഒരു വിമതനായി മാറും. അല്ല, വിമതനായിട്ടൊന്നും റിയാസിന് ബുദ്ധിയുണ്ട്. റിയാസ് ഷംസീറിനേക്കാൾ ജൂനിയറാണ്. ഷംസീറിനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ് പിന്നീട് കയറി വന്നപ്പോൾ മന്ത്രിയായിട്ട് ഇരിക്കുന്നത്. CMന്റെ വീട്ടിൽ കയറി പറ്റാമെങ്കിൽ CMന്റെ കസേരയെ കയറിയിരിക്കാൻ റിയാസിനെ കൊണ്ട് വലിയ സമയം വേണ്ടി വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ MR അജിത് കുമാറിനെ ഇപ്പോൾ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് പോകാനാണ് സാധ്യത. മാറ്റിക്കഴിഞ്ഞാൽ പോലീസിന് പുറത്താവും. അതായത് ഈ ലോ ആൻഡ് ഓർഡർ പരിപാടികളിലൊന്നും കാണത്തില്ല അദ്ദേഹം. പോലീസിലില്ലാത്ത വേറെ ഏതെങ്കിലും വകുപ്പിൽ കൊണ്ടുപോയി ഇരുത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും കൈവിടില്ല. ഇത് പിണറായി പറഞ്ഞിട്ട് അദ്ദേഹം പോയി കണ്ടേന്നേ.
പിണറായി പറഞ്ഞിട്ട് ആ ഒരു നിർദ്ദേശപ്രകാരം തന്നെയാണ് അദ്ദേഹം പോയി കണ്ടത്. 100%. ഇല്ലെങ്കിൽ അല്ലാതൊന്നും ഈ ഇന്റലിജൻസ് ഇവിടെ ഇത്രയും ഞാനൊരു കാര്യം പറയാം, CPM ഉം BJP യും തമ്മിൽ ഇവിടെ അന്തർധാരയിൽ അതിഭീകരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ബന്ധമുണ്ട്. 100%. അത് ഞാനിത് ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരു BJPക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ പിണറായിയുടെ മോൾ ഇപ്പൊ അകത്ത് കിടന്നേനെ മാസപ്പടി കേസിൽ. അല്ല, ഇതൊക്കെ ശക്തമായിട്ടുള്ള കേസുകളാണ്. സുപ്രീം കോടതി അതിഭീകരമായിട്ട് വിമർശിച്ച ക്ഷാമം കണ്ടില്ലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുക്കുന്നില്ല? നിങ്ങളുടെ സൗകര്യപ്രകാരമാണത്. നിങ്ങളുടെ കയ്യിൽ ഇത്രയധികം തെളിവുകളുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് എഴഞ്ഞു നീങ്ങുന്നു? നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് പുള്ളിയുടെ കയ്യിലിരിക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. പിണറായിയുടെ ഒന്നുമല്ല, അൺലിമിറ്റഡ് ഗ്ലോബൽ ലീഡറാണ് പുള്ളി. പുള്ളി വിചാരിച്ചു കഴിഞ്ഞു. ഇവിടെ കെജ്രിവാളിന്റെ മൂക്കിന്റെ താഴെ ഇരിക്കുന്ന കെജ്രിവാള് അമേരിക്കയുടെ പപ്പറ്റായിരുന്നു. തട്ടി തോളി കയറ്റി അകത്തിടാൻ കഴിവുണ്ടെങ്കിൽ, അതൊക്കെ പുഷ്പം പോലെ സാഹചര്യത്തുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്താ പാട്? പിണറായി വിജയന്റെ എപ്പോഴുള്ള നിലപാട് ശ്യാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? BJPക്ക് അനുകൂലമാണ്, പക്ഷെ എതിർക്കും, പ്രത്യക്ഷത്തെ എതിർക്കും, പക്ഷെ പരോക്ഷമായിട്ട് അത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ പിണറായി എല്ലാ ഇപ്പൊ പൗരത്വ നിയമ ഭേദഗതി ആയിരുന്നാലും കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞ ഡിറ്റൻഷൻ സെന്റർ തുടങ്ങിയത് എവിടെയാ? രണ്ടാമത് കഴിഞ്ഞ് ഇവിടെയാ, കേരളത്തിലാ. UAPA ഇവിടെ വന്നപ്പോ ഇവിടെ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ട് UAPA കേരളത്തിൽ അലന്റെ ദാഹയുടെ നിലയിലെടുത്ത് വെച്ചു കൊടുത്തു. അപ്പൊ സത്യം പറഞ്ഞാൽ പിണറായി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഒരു വരമാണ്. അതേസമയം ഇവിടെ മോദി വിചാരിക്കുന്ന വികസനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ഇല്ലേ? ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കമ്മികളപ്പുറത്ത് കിടന്ന് ജയിൽ വിളിക്കുമായിരിക്കും. നമ്മുടെ പിണറായി വന്നപ്പോഴാണ് ജയിൽ വന്നതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എൻ്റെ പിന്നിലാരാണ്? നമ്മുടെ ഈ ബാഹുബലി സിനിമയിൽ മറ്റേ ഭല്ലാലദേവന്റെ പിറകിൽ ബാഹുബലിയുടെ പ്രതിമ വരുമല്ലോ വലുതായിട്ട്, അതെവിടെ നിൽക്കുകയാണ്. ഇപ്പൊ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിച്ചു. സുരേഷ് ഗോപി ജയിച്ചതിന്റെ പിന്നിലും എന്താണ്? പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനും അവിടെയുള്ള ആൾക്കാരും തന്നെയാണ്. ഓഫ് കോഴ്സ് സുരേഷ് ഗോപിയുടെ അധ്വാനം കൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഇത് രാഷ്ട്രീയമല്ലേ? അല്ലേ? രാഷ്ട്രീയത്തിൽ നമുക്ക് വിജയമാണ് പ്രധാനം. പൊളിറ്റിക്സ് ഒരു ഗെയിമാണ്. അതാണ് പ്രധാനം, വിജയമാണ്. ഇനി സുരേഷ് ഗോപി ഒരു സീറ്റ് അവർക്ക് വേണം. കാരണം ഈ മലയാളികൾക്ക് ഈ BJPയോട് ഒരു അസ്പൃശ്യത ഉണ്ടായിരുന്നു. തൊട്ടുകൂടാത്തൊരു പാർട്ടിയാണെന്ന് പറഞ്ഞു, അത് തീർക്കണം. അവിടെ നിന്ന് ഇനി അത് അവർ വളർന്ന് പിടിച്ചു കയറും. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ പിണറായിക്ക് ശേഷം ഇനി ആര് എന്ന് പറഞ്ഞൊരു ചോദ്യം വളരെ വലിയ ചോദ്യമാണ്. ഗോവിന്ദനൊക്കെ കയറി കഴിഞ്ഞാൽ പാർട്ടി ക്ഷയിച്ചു പോകും. ഒന്നും പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത കൊറോണ സമയത്തൊക്കെ നേതാവിനെ ഞാൻ കാണുന്നില്ല. രണ്ടാം തരം നേതാക്കളെ ഇവർ വളർത്തിയില്ല. ഇവർ ഈ കണ്ണൂർ ലോബി ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവർ ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം നിരയെ വളർത്തിയെടുക്കുക. ഈ മോദി അത് ചെയ്യുന്നുണ്ട്. മോദിയോ BJP അതേ ചെയ്യുന്നുള്ളൂ. BJPക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ആക്ഷൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ 100 കൊല്ലത്തിന് അപ്പുറത്തേക്കാണ് അവർ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് വളർത്തി. ഇപ്പം കോൺഗ്രസ് പാർട്ടി നോക്കിയാലും, ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ദൂരവ്യാപകമായിട്ട് കാണുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ഒരു മുഖ്യമന്ത്രിയാവാൻ കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ഷാഫി പറമ്പിലുണ്ട്, പിന്നെ VT ബൽറാം ഉണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാരെ രണ്ടാം നിരയിൽ റിസർവ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെ. പക്ഷെ ഇവിടെ ആരാ ഉള്ളത്? ജെയ്സി തോമസ് ആരുമില്ല. ഷംസീറോ ഒരു ട്രോൾ ഫിഗർ ആയിട്ട് വളർത്തിയതെല്ലാം മണ്ടന്മാർ. എല്ലാവരും ഒരു മണ്ടന്മാരുടെ ഒരു വലിയ പട്ടിക തന്നെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയുള്ള ഈ യുഗത്തിൽ ഇവര് സർവൈവ് ചെയ്യാൻ ഇവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് അവർ നേരിടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ബുദ്ധിപരമായ ഒരു രാഷ്ട്രീയ അൻവറിനതറിയാം. അൻവർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൻവറിന്റെ അതിന്റെ ഇടയിൽ സ്വർണ്ണക്കടത്തും ഇത് സ്വർണ്ണം പൊട്ടിക്കൽ കേസൊക്കെ വന്നപ്പോഴാണ് അൻവറിന് കൊണ്ടിളവിയത്. ജലീൽ ഇപ്പൊ മലക്കം പറഞ്ഞ, ഞാൻ അന്നേ പറഞ്ഞു ജലീൽ മലക്കം പറയും. ജലീൽ ഇപ്പൊ കാരണം ജലീല് ഇപ്പൊ വിമതനായിട്ട് പുറത്ത് പോയി കഴിഞ്ഞ് നിന്നാലുണ്ടല്ലോ, അൻവറിനെ പോലെ സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ എന്ന് പറഞ്ഞാൽ അൻവറിന്റെ പിറകെ ജലീൽ പോയി കഴിഞ്ഞാൽ ജലീലിനെ NIA വന്ന് പുഷ്പം പോലെ പിടിച്ചു കൊടുക്കും. CPMന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ജലീലിന് ആ ഒരു ശക്തിയുള്ളൂ. അതെ, അല്ലെങ്കിൽ ജലീലിന്റെ പുഷ്പം പോലെ ജലീൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടിക്കേറിയ ഓർമ്മയില്ലേ ഷാമിന്? രാവിലെ 6 മണിക്ക് ചോദ്യം ചെയ്യാനായിട്ട് ഇയാള് തലയിൽ മുണ്ടിട്ട് ഓടിക്കേറുകയായിരുന്നു. അപ്പൊ അവിടെയുള്ള മാധ്യമങ്ങളും മതിൽ ചാടി കിടന്നാണ് ഇയാളെ വിഷ്വൽസ് എടുത്തത്. ജലീല് പഴയ ഒരു പ്രസംഗം, പിണറായിയുടെ ഒരു പ്രസംഗം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പണ്ട് ഈ പിണറായി VS-നെതിരെ ഒരു പ്രസംഗം നടത്തി. ഒരു കുട്ടി ഒരു കടലിനോട് നോക്കിക്കൊണ്ട് അതിന് കഴിഞ്ഞ് കുട്ടി ഇങ്ങനെ തിരയെടുക്കുന്ന കണ്ട് ആസ്വദിച്ചിട്ട് കുട്ടി ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അപ്പൊ കുട്ടി വെള്ളത്തോട് ചോദിച്ചെന്ന്, എന്താ വെള്ളമേ നീ ഇങ്ങനെ തിരയടിക്കാത്ത? അപ്പം ഞാൻ ആ കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് തിരയടിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ബക്കറ്റിലെ പ്രസംഗം നടത്തുകയും തിരിച്ച് VS ഗോർബച്ചേവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാസമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു. പക്ഷേ ആരും അനങ്ങിയില്ല. അവരാ മനുഷ്യനും അനങ്ങുന്നില്ല. ആർക്കും ഇത് പിടികിട്ടിയില്ല. മീഡിയക്കാർക്ക് പിടികിട്ടി, പക്ഷെ അവിടെ കൂടിയിരിക്കുന്ന ഒരു മനുഷ്യന് ഇത് പിടികിട്ടില്ല. അതുകൊണ്ട് ഈ ജലീൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കടലായിട്ട് സമുദ്രത്തോട് ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലേ പൊക്കിക്കൊണ്ടു. എന്തായാലും MR കുമാർ ഇവരുടെ കൂടെ നിന്ന് കളിച്ച് അവസാനം തൊപ്പി പോകുന്ന പണിയായി.